ഹലോ ഫ്രണ്ട്സ്, നേപ്പാളിലെ ആ വരൽ തരം നമുക്കും ഉണ്ടാക്കിയാലോ? ഞാനും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സംഭവത്തിന് പേരെന്തോന്നറിയാവോ? ദാഹി ബൈഗൺ. പേര് ഭയങ്കര ഗൗരവമാണെങ്കിലും സംഭവം സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. വഴുതനങ്ങയൊക്കെ ഈ ഒരു പരുവത്തിൽ റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്ത് വഴുതനങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് മസാല പുരട്ടിയെടുക്കണം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചും ഉപ്പ്. ഇത് മൂന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുത്ത് ഈ വഴുതനയിലൊക്കെ നന്നായിട്ട് മസാല ഒന്ന് പുരട്ടിയെടുക്കാം. നന്നായിട്ട് പുരട്ടിയെടുത്ത് 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാനൊക്കെ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിൻ്റെ മണ്ട ഒന്നായിട്ട് ഇടരുത്, എല്ലാം അല്ലാതെ വേണം, ഇങ്ങനെ റൗണ്ടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊക്കെ ഒന്ന് ഒരു ഭാഗം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത്, വഴണ്ട് മീൻസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കണം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. ഇത്രയും എടുത്ത് വെച്ചതിന് ശേഷം നമുക്കാണെങ്കിൽ ഇതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ? നമുക്കിനി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് യോഗട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കട്ടിയുള്ള യോഗട്ടാണ് എടുക്കുന്നത് കേട്ടോ, പുളിയൊന്നും ഇല്ലാത്ത യോഗട്ട്. നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് കടുക് പൊടിച്ചെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെയാണ് കടുക് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കരിഞ്ഞു പോകരുതേ. ചൂടായ സമയത്ത് നമുക്കിനി ഇത് തീ ഓഫാക്കിയ ശേഷം മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് യോഗട്ടിൻ്റെ അകത്ത് ഫ്രൈ ചെയ്ത വഴുതനങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കടുക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. സംഭവം സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നവർക്കെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. കാണുമ്പോൾ തന്നെ ഒരു രസമില്ലേ? കഴിക്കാൻ തോന്നുന്നല്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.